വേണാടിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് അത്ഭുതത്തോടെയും ആദരവോടും കൂടി മാത്രമേ സംഗ്രാമധീര രവിവർമ്മയെ ഓർക്കാൻ കഴിയൂ. സംഗ്രാമധീര രവിവർമ്മ 14-ാം നൂറ്റാണ്ടിൽ ഭരണം നടത്തിയ പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കൊല്ലം തലസ്ഥാനമാക്കിയുള്ള വേണാടിൻ്റെ രാജാവായിട്ടാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം അന്ന് തെക്കേ ഇന്ത്യയിൽ ഒരു അരാജകത്വം നടന്നിരുന്നു. മാലിക് കാഫറിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തരേന്ത്യൻ സൈന്യം ദക്ഷിണേന്ത്യ ആക്രമിക്കുന്നു, മധുര കൊള്ളയടിക്കുന്നു, കാഞ്ചീപുരം കൊള്ളയടിക്കുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ പാണ്ഡ്യ രാജ്യത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടുന്നു. പാണ്ഡ്യരാജ്യ സിംഹാസനത്തിലേക്ക് സംഗ്രാമധീര രവിവർമ്മ എത്തപ്പെടാൻ കാരണം പാണ്ഡ്യരാജാവിൻ്റെ മകള് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആയതുകൊണ്ടുകൂടിയാണ്. അങ്ങനെയുള്ള ഈ സംഗ്രാമധീര രവിവർമ്മ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം രവിവർമ്മ, സംഗ്രാമധീരൻ എന്നുള്ളത് അദ്ദേഹത്തിന് അന്ന് കൽപ്പിച്ചു കൊടുത്ത ബിരുദമാണ്. ആ സംഗ്രാമധീര രവിവർമ്മ, അദ്ദേഹത്തെ മലയാളികൾ പറയുന്നത് ധർമ്മ മഹാരാജ, ഐനിയൂട്ട് തമ്പുരാൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ഈ വലിയ ദാനധർമ്മിഷ്ഠനായിരുന്നു. അങ്ങനെയെല്ലാമുള്ള ഈ സംഗ്രാമധീര രവിവർമ്മയുടെ അമ്മ കൂപകറാണിയായിട്ടുള്ള ഉമയാണ്. അച്ഛനാണ് ജയസിംഹൻ. ജയസിംഹൻ ഇന്നത്തെ തിരുനെൽവേലി പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അങ്ങനെ ജയസിംഹൻ്റെയും ഉമയുടെയും പുത്രനായിട്ട് സംഗ്രാമധീര രവിവർമ്മ പൂജാതനായി. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ആ മധുര അപ്പോൾ അവിടെ മധുരയിൽ അന്ന് വീരപാണ്ഡ്യൻ എന്നും സുന്ദരപാണ്ഡ്യൻ എന്ന് പറയുന്ന 2 പേര് കിരീടത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജകുടുംബ അംഗങ്ങൾ പാണ്ഡ്യ രാജാവായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നത്. വൈഗ നദിയുടെ തീരത്ത് വെച്ചാണ് ആ രാജ്യാഭിഷേക ചടങ്ങ് നടന്നത്. അവിടെ വെച്ച് അദ്ദേഹം പാണ്ഡ്യ രാജാവ് കൂടി ആകുന്നു. വേണാട് രാജാവാണ്. ആ വേണാട് രാജാവിന് പുറമേ അദ്ദേഹം പാണ്ഡ്യ രാജാവ് കൂടി ആകുന്നു. വൈകാതെ അദ്ദേഹം കാഞ്ചീപുരത്തേക്ക് പോകുന്നു. സൈന്യവുമായി കാഞ്ചീപുരം വീണ്ടെടുക്കുന്നു. അങ്ങനെ കാഞ്ചീപുരത്ത് വെച്ച് വീണ്ടും ഒരു അഭിഷേകം നടത്തുകയാണ്. അങ്ങനെ 2 അഭിഷേകങ്ങൾ നടന്നു. ആദ്യത്തെ അഭിഷേകം വൈഗ നദിയുടെ തീരത്ത് വെച്ച്, രണ്ടാമത്തെ അഭിഷേകം കാഞ്ചീപുരത്ത് വെച്ച് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിൽ അസൂയാലുക്കളായിട്ടുള്ള പാണ്ഡ്യരാജ കുടുംബത്തിലെ അംഗങ്ങളും മറ്റ് അവരുടെ ചില അവരുമായി അനുകൂലമുള്ള ആളുകളും ചേർന്നിട്ട് അന്നത്തെ കാകതീയ രാജാവിനോട് ഈ സംഗ്രാമധീരനെ വെച്ചു പൊറുപ്പിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ കാകതീയർ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പട അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട്, സംഗ്രാമധീരനെ ആക്രമിക്കാനായിട്ട് എത്തുകയും ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം പരാജിതനാവുകയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജന്മദേശമായ തിരുനെൽവേലിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ വെച്ച് വീണ്ടും അദ്ദേഹത്തിന് ചില എതിർപ്പുകളോ അല്ലെങ്കിൽ ചില സംഘർഷങ്ങളും നേരിടേണ്ടതായി വന്നു. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഐനിയൂട്ട് തമ്പുരാൻ പാട്ട് എന്ന് പറയുന്ന തെക്കൻ മലയാള കൃതിയിൽ ഈ സംഗ്രാമധീരനെ പറ്റിയുള്ള അവദാനങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നിരവധി ശിലാലിഖിതങ്ങൾ നമുക്ക് ഇന്ന് ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ശ്രീരംഗൻ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ലിഖിതമുണ്ട്. പൂനമല്ലി ക്ഷേത്രം, അത് മദ്രാസിനടുത്താണ്. ആ ക്ഷേത്രത്തിലും അദ്ദേഹത്തിൻ്റെ ലിഖിതം, അദ്ദേഹത്തിൻ്റെ നാമം, അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിന് നൽകിയ സംഭാവനകൾ ഇവയൊക്കെ പറയുന്ന ലിഖിതം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലും അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ പറയുന്ന ബിരുദം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ കാഞ്ചീപുരം ക്ഷേത്രത്തിലെ
അദ്ദേഹം സ്വന്തം മകളെ ദേവദാസിയായിട്ട് സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാഞ്ചീപുരത്ത് ഒരു ഉപദേവാലയം തന്നെയുണ്ട്. കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ. ആ ഉപദേവാലയത്തിൻ്റെ പേര് മലയാള നാച്ചിയാർ നടയെന്നാണ്. ഈ മലയാള നാച്ചിയാർ എന്ന് പറഞ്ഞാൽ നർത്തകി. പക്ഷേ അന്നത്തെ കാലത്ത് ദേവദാസിമാർ നർത്തകിമാരാണ്. അവർ വലിയ സംഗീതത്തിൽ വലിയ വിദുഷികളായിരിക്കും, നർത്തകിമാരായിരിക്കും, അതുപോലെ പണ്ഡിതകളായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർക്ക് എല്ലാ കഴിവുകളും തികഞ്ഞ ആളുകളെയാണ് അന്ന് ദേവദാസികളായിട്ട് സ്വീകരിച്ചിരുന്നത്. ഈ മലയാള നാച്ചിയാർ നട ഇന്നും നമുക്ക് ഈ കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റേതായ ഒരു സ്മാരകമുണ്ട്. നമ്മൾ മലയാളികൾ പോലും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു സ്മാരകം. അതിൻ്റെ പേര് കാഞ്ചീപുരം മഠം എന്നാണ്. ഈ കാഞ്ചീപുരം മഠം പടിഞ്ഞാറേ നടയിലാണ്. അവിടെ ഒരു കാഞ്ചീപുരം വിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ബോർഡിൽ വെച്ചിരിക്കുന്നത് കാഞ്ചീപുരം വിഷ്ണു ക്ഷേത്രം. അത് കാഞ്ചീപുരം വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വരദരാജ പെരുമാൾ ക്ഷേത്രം എന്നാണ് അതിൻ്റെ പഴയ പേര്. അവിടെ മഹാവിഷ്ണു, അതിൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തുമായിട്ട് ഭൂദേവിയും ശ്രീദേവിയും. പക്ഷേ മനോഹരമായ പഞ്ചലോഹ വിഗ്രഹങ്ങൾ 3 പേർക്കും ഉണ്ടായിരുന്നു. 1970കളിൽ ആ വിഗ്രഹങ്ങൾ മോഷണം പോയി. നാളിതുവരെയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ വിഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് ശിലാവിഗ്രഹങ്ങളാണ് പകരം വെച്ചിരിക്കുന്നത്. ആ കാഞ്ചീപുരം മഠവും അവിടുത്തെ ആ കാഞ്ചീപുരം മഠത്തിൻ്റെ പ്രാധാന്യവും മലയാളികൾ മിക്കവാറും മറന്നിട്ടുണ്ട്. ആ സംഗ്രാമധീര രവിവർമ്മയുടെ അതിപ്രധാനമായ ഒരു സമർപ്പണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് എന്ന കാര്യം ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കറിയാമായിരുന്നു. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അദ്ദേഹം കൊടുത്തിരുന്ന ഒരു വലിയ സ്വർണ്ണപാത്രമാണ്. അതിന് പറ എന്നാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നത്. കോൻ, അതായത് രാജാവ് സമർപ്പിക്കുന്ന പറ. പക്ഷെ പറയല്ല, അതൊരു കലശമാണ്, വലിയ കുടമാണ്. ഏതാണ്ട് 3.5 അടിയോളം ഉയരമുള്ള ഒരു കലശം. അതിന് ചില പ്രത്യേകതകളുണ്ട്. ഡബിൾ ലെയർഡാണ്, 2 ലെയറും സ്വർണ്ണമാണ്. ഈ 2 ലെയറുകൾക്ക് ഇടയിൽ നവരത്നങ്ങൾ കൊണ്ട് നിറച്ചിരിക്കും. അതാണ് പറ. അപ്പോൾ ഈ പറ ജീവിതത്തിൽ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചിരുന്നു. ഒരിക്കലും നടക്കുകയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അത് ഒരു സ്വപ്നം പോലെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്നു. ആ ഇടയ്ക്കാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒരു വിദഗ്ധ സമിതിയെ അംഗമായിട്ട് എനിക്കൊരു നോമിനേഷൻ കിട്ടുന്നത്. അപ്പോൾ ആ വിദഗ്ധ സമിതിയിലെ അംഗം എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഇത് കാണാൻ സാധിച്ചേക്കുമെന്ന് വിചാരിച്ചു. പിന്നെയും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അങ്ങനെയിരിക്കെ ഇതിൻ്റെ ഇവാലുവേഷൻ കമ്മിറ്റിയുടെ താൽക്കാലിക ചെയർമാനായിട്ട് എന്നെ നിയോഗിക്കുകയാണ്. വളരെ കുറച്ചു കാലം മാത്രമാണ് ഞാനിതിൻ്റെ ഇവാലുവേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ നിലവറകളുടെ താക്കോൽ ഔപചാരികമായി എൻ്റെയും മറ്റൊരു ഇവാലുവേഷൻ കമ്മിറ്റിയിലെ അംഗത്തിൻ്റെയും സംയുക്ത കസ്റ്റഡിയിലാണ്. ഞങ്ങളൊരിക്കലും അത് കൈകൊണ്ട് ഞങ്ങളാരും അത് തൊടുന്നത് പോലും ചെയ്യാറില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു സമിതിയുടെ ഓഫീസിലെ സേഫിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആവശ്യം വരുമ്പോൾ ആ താക്കോൽ പുറത്തെടുക്കും, തുറന്ന് നോക്കും, സാധനങ്ങൾ പരിശോധിക്കും. അതിൻ്റെ ഇൻവെൻട്രിയിൽ എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പറ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പറയാണ്. ഞാൻ ഞെട്ടിപ്പോയി. അതായത് സംഗ്രാമ ധീര രവിവർമ്മ 14-ാം നൂറ്റാണ്ടിൽ സമർപ്പിച്ച പറ എന്ന് അറിയപ്പെടുന്ന കലശം, സ്വർണ്ണ കലശം, ആ സ്ഥാനത്ത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ ഇരിക്കുന്നത് 1954 പുനർനിർമ്മാണം നടത്തിയ ഒരു സ്വർണ്ണ കലശമാണ്.
ഇപ്പോഴത്തെ സ്വർണ്ണ കലശത്തിന് ഡബിൾ ചേമ്പേർഡ് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്തെ രത്നങ്ങൾ നിറച്ചിട്ടുണ്ടോ അതും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കോപ്പറയിൽ മലയാള ലിപിയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഇത് പഴയ കോപ്പറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് 1954 മദ്രാസിലെ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കമ്പനിയുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ആ കമ്പനി ഇതിനെ പുനർനിർമ്മിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടാൻ കാരണം 14-ാം നൂറ്റാണ്ടിലെ, അതായത് 600 വർഷം പഴക്കമുള്ള ആൻറ്റീക്ക് വാല്യൂ ഉള്ള ഒരു സ്വർണ്ണപാത്രത്തിൻ്റെ മൂല്യം അറിയാത്തവരായിരുന്നുവോ 1954 പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിച്ചിരുന്നത്? ഞാൻ ഉത്തരം പറയാൻ ആളല്ല. ഒരു പാത്രം ചീത്തയാവുക അല്ലെങ്കിൽ അതിന് കേടുപാട് സംഭവിക്കുക അതെല്ലാം സ്വാഭാവികമാണ്. അങ്ങനെ കേടുപാട് സംഭവിച്ചാൽ പുതിയൊരു പാത്രം ഉണ്ടാക്കുക, അതിനും അസ്വാഭാവികതയില്ല. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ആ പഴയ പാത്രം എവിടെ പോയി? ആ പഴയ പാത്രം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ എങ്ങും ഇല്ല. എവിടെ പോയി എനിക്കറിയില്ല, എനിക്ക് ഉത്തരവുമില്ല.